യുവനടിയെ ബലാത്സംഗം ചെയ്യുന്ന കേസിൽ നടൻ സിദ്ദിഖ് കുറ്റക്കാരനെന്ന് പോലീസ്. അവസരം വാഗ്ദാനം ചെയ്ത് യുവതിയെ ഹോട്ടലിലേക്ക് വിളിച്ചു വരുത്തിയത് ദുരുദ്ദേശത്തോടെയെന്ന് വ്യക്തമാക്കി കുറ്റപത്രം തയ്യാറാക്കി. സംഭവത്തിന് പിന്നാലെ നടി പീഡനം വെളിപ്പെടുത്തിയതിന് സാക്ഷികളുണ്ടെന്നും പ്രത്യേക അന്വേഷണ സംഘം കുറ്റപത്രത്തിൽ വ്യക്തമാക്കുന്നു. വിവരങ്ങളുമായി ഷഫീദ് റാവുത്തർ ചേരുന്നുണ്ട് തിരുവനന്തപുരത്ത് നിന്ന്. ഷഫീദ്, കുറ്റപത്രത്തിൽ പറയുന്ന മറ്റു പ്രധാനപ്പെട്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്? ഈ ഹേമ കമ്മിറ്റി വിവാദങ്ങൾക്ക് പിന്നാലെ നടൻ സിദ്ദീഖിനെതിരെ തിരുവനന്തപുരം സ്വദേശിയായിട്ടുള്ള നടിയാണ് പരാതിയുമായി രംഗത്തെത്തിയത്. മാത്രവുമല്ല, സിദ്ദീഖിന് അമ്മ സെക്രട്ടറി സ്ഥാനത്ത് സ്ഥാനചലനത്തിനടക്കം കാരണമാക്കിയത് ആ ആരോപണവും പരാതിയും ഒക്കെയായിരുന്നു. എന്നാൽ ആ പീഡന പരാതിയിൽ യാഥാർത്ഥ്യമുണ്ട് എന്നുള്ളതാണ് പോലീസിന്റെ ഇപ്പോഴത്തെ കുറ്റപത്രത്തിൽ പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. സിനിമയിൽ അഭിനയിക്കാമെന്ന യുവനടിയെ പറഞ്ഞു വിശ്വസിപ്പിച്ച് ഹോട്ടൽ മുറിയിലേക്ക് വിളിച്ചു വരുത്തി പീഡിപ്പിച്ചെന്ന കുറ്റപത്രത്തിൽ പറയുന്നുണ്ട്. 2016 ജനുവരി 28-ന് തിരുവനന്തപുരത്ത് മാസ്കറ്റ് ഹോട്ടലിലെ മുറിയിലായിരുന്നു പീഡനം നടന്നത്. ഒരു സിനിമയുടെ പ്രിവ്യൂവിനായി എത്തിയ നടിയെ സിദ്ദീഖ് ഹോട്ടലിലേക്ക് ക്ഷണിക്കുകയായിരുന്നു എന്നുള്ളതാണ് കുറ്റപത്രത്തിലെ കണ്ടെത്തൽ. പ്രിവ്യൂ കാണാൻ നടിയെയും കുടുംബത്തെയും സിദ്ദീഖ് ക്ഷണിച്ചതിനും യുവനടി മാസ്കറ്റ് ഹോട്ടലിൽ എത്തിയതിനും സിദ്ദീഖ് അന്നവിടെ താമസിച്ചതിനും സാക്ഷിമൊഴികളും ഡിജിറ്റൽ തെളിവുകളും ഉണ്ടെന്നും കുറ്റപത്രത്തിൽ വിശദീകരിക്കുന്നു. മറ്റൊന്ന്, ഈ ആരോപണമൊക്കെ വന്ന സമയത്ത് സിദ്ദീഖ് പറഞ്ഞത് ഈ വിഷയത്തിൽ അന്ന് പരാതിപ്പെട്ടില്ല, അതിനുശേഷം യുവനടി പങ്കുവച്ച ഫേസ്ബുക്ക് കുറിപ്പിലൊന്നും തൻ്റെ പേര് പറഞ്ഞിട്ടില്ല എന്നുള്ളതായിരുന്നു. എന്നാൽ അത് പാടെ നിഷേധിക്കുന്ന മറ്റൊരു മൊഴി കൂടി പോലീസിന് ലഭിച്ചിട്ടുണ്ട്. ബലാത്സംഗത്തിന് ശേഷം യുവതി എറണാകുളത്ത് ഡോക്ടറുടെ അടുത്ത് ചികിത്സ തേടിയിരുന്നു. ഈ ഡോക്ടറോട് അന്ന് തന്നെ പീഡന വിവരം വെളിപ്പെടുത്തി എന്നുള്ള ഡോക്ടറുടെ മൊഴി അതും കുറ്റപത്രത്തിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഏതായാലും ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന് പിന്നാലെ എടുത്ത കേസുകളിൽ ഏറ്റവും ശക്തമായ കേസ്, മൊഴികളുടെ അടക്കം വലിയ പിന്തുണ ഈ കേസിനുണ്ട് എന്നുള്ള വിശ്വാസത്തിലാണ് പോലീസ് കുറ്റപത്രത്തിന്റെ അവസാന ഘട്ടത്തിലേക്ക് കടക്കുന്നത്. ക്രൈംബ്രാഞ്ച് മേധാവിയുടെ അനുമതി ലഭിച്ച ഉടൻ തന്നെ കോടതിയിൽ പ്രത്യേക അന്വേഷണ സംഘം ഈ കുറ്റപത്രം സമർപ്പിക്കും. കീർത്തന. ശരി, ഷഫീദ് റാവുത്തറാണ് വിശദാംശങ്ങൾ നൽകിയത്. എന്തായാലും സിദ്ദീഖ് കുറ്റക്കാരനാണ് എന്ന് തെളിയിക്കുന്ന എല്ലാ തെളിവുകളും ഉണ്ടെന്നാണ് കുറ്റപത്രത്തിൽ പ്രത്യേക അന്വേഷണ സംഘം പറയുന്നത്. ഷഫീദ് റാവുത്തറാണ് അതിന്റെ കൂടുതൽ വിശദാംശങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്.